വോട്ടർ പട്ടികയിലെ സമഗ്ര പരിഷ്കരണത്തിനുള്ള SIR തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന് LDF, UDF മുന്നണികൾ. രേഖകളുടെ പട്ടികയിൽ റേഷൻ കാർഡും ഉൾപ്പെടുത്തണമെന്നും 2024 വോട്ടർ പട്ടികയാകണം SIR അടിസ്ഥാനമെന്നും ഇരു മുന്നണികളും ആവശ്യപ്പെട്ടു. പൗരത്വം രാജ്യസുരക്ഷയുടെ കാര്യമാണെന്നും ഇളവ് വേണ്ടെന്നും BJP. സംസ്ഥാനത്ത് SIR നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് LDF, UDF മുന്നണികൾ ആവശ്യമുന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങാൻ ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് ജോലികളും SIR-ഉം ചെയ്യേണ്ടത് ഒരേ ഉദ്യോഗസ്ഥരാണ്. അതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷമേ SIR തുടങ്ങാവൂ. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി SIR നടത്തുന്നതിനെ BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയാണ് അടിസ്ഥാനമാക്കേണ്ടത്. റേഷൻ കാർഡും രേഖകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇരു മുന്നണികളും ആവശ്യപ്പെട്ടു. SIR-നെതിരെ ഈ മാസം 29-ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുന്നുണ്ടെന്നും CPM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത MB ജയരാജൻ പറഞ്ഞു. PC വിഷ്ണുനാഥും M ലിജുവുമാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത്. ഏറ്റവും ഒടുവിൽ നാം വോട്ട് ചെയ്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടാണ്. 5 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത വോട്ടർമാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇത് മാറാതിരിക്കാനുള്ള ജാഗ്രത വേണമെങ്കിൽ കരട് തയ്യാറാക്കൽ 2024 പട്ടികയായിരിക്കണം. അത് ബേസായിട്ട് എടുക്കണം. ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു വീക്ക് കഴിയുമ്പോൾ അതിൻ്റെ നടപടിയിലേക്ക് നേരിട്ട് കടക്കുമ്പോൾ കേരളത്തിൽ ഈ പ്രോസസ്സ് നടപ്പിലാക്കുന്നത് ഒരു കാരണവശാലും പ്രാക്ടിക്കലായി സാധ്യമല്ല. സംസ്ഥാനതല യോഗത്തിനു മുൻപേ ജില്ലാ തലങ്ങളിൽ കളക്ടർമാർ യോഗം വിളിച്ചതിലും രണ്ട് മുന്നണികളും വിയോജിപ്പറിയിച്ചു. രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസമില്ലാത്തതുപോലെയാണ് കമ്മീഷന്റെ പെരുമാറ്റമെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം SIR-നെ സ്വാഗതം ചെയ്യുന്നതായി BJP പ്രതിനിധി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2024 വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതല്ല പൗരത്വത്തിന്റെ തെളിവെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ 2024 വരെ വോട്ട് ചെയ്തു എന്നുള്ളതല്ല സിറ്റിസന്റെ ബേസ്. പ്രവാസി വോട്ടർമാരുടെ എന്യൂമറേഷൻ, കുടിയേറ്റക്കാർ എന്നതിന്റെ നിർവചനം, ബൂത്ത് തല ഓഫീസർമാരുടെയും ഏജന്റുമാരുടെയും പരിശീലനം തുടങ്ങിയ വിഷയങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു. CPM-നും കോൺഗ്രസിനും BJP-ക്കും പുറമെ മുസ്ലിം ലീഗ്, CPI, RSP, കേരള കോൺഗ്രസ് M പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.